ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ കടത്തിവിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വരെ കടത്തിവിടത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മേലുള്ള ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കടത്തിവിടും. അപ്പോൾ ഇതും ഇതേപോലെ എന്താണ്, ലോ പാസ് ഫിൽറ്ററിൻ്റെയും ഹൈ പാസ് ഫിൽറ്ററിൻ്റെയും കോമ്പിനേഷനാണ്. ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോ പാസ് ഫിൽറ്ററായിട്ട് വർക്കാകും 0 തൊട്ട് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒട്ടുമേ കടത്തി വിടുന്നില്ല. പിന്നെ അതിൻ്റെ മേലിൽ കടത്തി വിടാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് ഹൈ പാസ് ഫിൽറ്ററായിട്ട് വർക്കാകും. പൊതുവേ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ വന്നിട്ട് നമ്മൾ എന്താണ്, പാരലൽ റെസൊണൻസ് ആയിട്ട് വരുന്നതാണ് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. ഇതിന് ഇനിയൊരു പേരുണ്ട്, നോച്ച് ഫിൽറ്റർ എന്നാണ്, NOTCH. നോച്ച് ഫിൽറ്റർ അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബാൻഡ് എലിമിനേഷൻ അല്ലെങ്കിൽ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പുകളുണ്ട്. ഇതിനകത്തും വൈഡ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററും ഉണ്ട്, നാരോ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററും ഉണ്ട്. വൈഡ് നാരോ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിനകത്ത് ഒന്നുമില്ല. ആദ്യം എന്താണ്, ഇവിടെ വന്നിട്ട് എന്താണ്, ലോ പാസ് ആയിട്ട് വർക്കാകും. പിന്നെ ഹൈ പാസ് ആയിട്ട് വർക്കായിട്ട് എന്താണ്, സമ്മിങ് ആംപ്ലിഫയറിൽ കൂടിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ട് കിട്ടണത്. അപ്പം മേലിലിരിക്കുന്ന ആപ്പം വന്നിട്ട് ലോ പാസ് താഴത്തെ ഓപ്പാമ്പ് വന്നിട്ട് ലോ പാസിൻ്റെയും മേലിലത്തെ ഓപ്പാമ്പ് വന്നിട്ട് ഹൈ പാസ് ഫിൽറ്ററായിട്ടും വർക്കായിട്ട് അത് രണ്ടിൻ്റെയും ഔട്ട് എടുത്തിട്ട് നമ്മൾ ഒരു സമ്മിങ് ആംപ്ലിഫയറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കടത്തിവിടുന്നത്. ഇത് വൈഡ് ബാൻഡ് പാസ് ഫിൽറ്ററാണ്, പഠിക്കാൻ എളുപ്പമാണ്. താഴത്തെ കണക്ഷൻസ് വന്നിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ, മേലിലത്തെ കണക്ഷൻ വന്നിട്ട് ഹൈ പാസ് ഫിൽറ്ററാണ്. ഇത് രണ്ടിൻ്റെയും എടുത്തിട്ട് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, സമ്മിങ് ആംപ്ലിഫയറായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇത് വൈഡ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററാണ്. അടുത്തത് നാരോ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നതും നോച്ച് ഫിൽറ്റർ തന്നെയാണ്. ഇതിനകത്ത് വന്നിട്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കായിട്ടായിരിക്കും റെസിസ്റ്റേഴ്സും കപ്പാസിറ്റൻസും ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 2 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, അതിൻ്റെ നടുക്കുന്ന് ഒരു കപ്പാസിറ്റൻസ് പോകുന്നുണ്ട്. നിങ്ങൾ 2 റെസിസ്റ്റൻസിനെയും ആ 2C എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്ററേയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീയുടെ ഷേപ്പ് ഉണ്ട്. തൊട്ട് താഴെ തന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയേ, 2 കപ്പാസിറ്റർ CC എന്ന് പറഞ്ഞ 2 കപ്പാസിറ്റർ കാണുന്നുണ്ട്. അതിൻ്റെ ഇതായിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നിട്ട് പോകുന്നുണ്ട്. ആ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ഷൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇത് ടി കണക്ഷൻ വിത്ത് ട്വിൻ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഓപ്പാമ്പിൽ വന്നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ അത് നാരോ ബാൻഡായിട്ടുള്ള റിജക്റ്റ് ഫിൽറ്ററായിട്ട് നമുക്ക് വർക്കാകുന്നതായിരിക്കും. ഇത്രയ്ക്കും അപ്പം ഇത് മൊത്തം 15 മാർക്കിലും നമുക്ക് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഫിൽറ്ററായിട്ടും ബാൻഡ് പാസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചോദിക്കാം, ബാൻഡ് റിജക്റ്റ് മാത്രമായിട്ടും സെപ്പറേറ്റ് ചോദിക്കാം.